ഈജിപ്ഷ്യൻ മമ്മികളെക്കുറിച്ചുള്ളൊരു ബ്രീഫ് നോട്ട്സാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതന സിവിലൈസേഷനുകളിൽ ഒന്നാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന പുരാതന ഈജിപ്തുകാർ മരണാനന്തരം മൃതശരീര സുഗന്ധദ്രവ്യങ്ങളിൽ പൂശി സൂക്ഷിക്കുന്നൊരു സമ്പ്രദായം നിലനിർത്തിയിരുന്നു. ഇപ്രകാരം സൂക്ഷിക്കുന്ന മൃതശരീരങ്ങളാണ് മമ്മികൾ. മൃതശരീരം മമ്മിഫിക്കേഷൻ ചെയ്താണ് സൂക്ഷിക്കുന്നത്. മരണാനന്തര ആന്തരാവയവങ്ങൾ പുറത്തെടുത്ത് ജാറുകളിലാക്കി സൂക്ഷിക്കുന്നു. തുടർന്ന് മൃതശരീര സുഗന്ധദ്രവ്യങ്ങളിൽ മുക്കി ലിനൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. പുരാതന ഈജിപ്തുകാർക്ക് ശസ്ത്രക്രിയയെക്കുറിച്ച് അറിയാമായിരുന്നു. ഈജിപ്തിലെ കെയ്റോ മ്യൂസിയത്തിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അനേകം ഫറോമാരുടെ മമ്മികളുണ്ട്. രാജാക്കന്മാരുടെ മമ്മികൾ പിരമിഡുകൾക്കുള്ളിലാണ് സൂക്ഷിച്ചിരുന്നത്. മമ്മിഫിക്കേഷൻ ചെയ്ത ശരീരം അടക്കം ചെയ്യുമ്പോൾ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണം, സുരക്ഷയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ തുടങ്ങി അടുത്ത ജന്മത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാം അടക്കം ചെയ്യുമായിരുന്നു. തൂത്തൻഖാമൻ്റെ ശവകുടീരം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിരവധി മൃഗങ്ങളുടെ മമ്മികൾ ഈജിപ്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പൂച്ചകളുടെ മമ്മികളാണ് ഏറ്റവും കൂടുതലുള്ളത്. നൈൽ നദിയിലെ വെള്ളപ്പൊക്കം മൂലം പുരാവസ്തു മ്യൂസിയത്തിൻ്റെ കുറേ ഭാഗം നശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണമടഞ്ഞ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ മൃതശരീരങ്ങൾ മനഃപൂർവ്വമായ സ്വാഭാവികമായ സൂക്ഷിക്കുന്നതിനെയാണ് മമ്മി എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ശേഷിപ്പുകളായ മമ്മികൾ ഇന്നും ഒരു ദുരൂഹതയാണ്.